നമസ്കാരം. എന്താണ് ലോ ഓഫ് അട്രാക്ഷൻ? ലോ ഓഫ് അട്രാക്ഷൻ ആകർഷണ നിയമം അല്ലേ? എന്താണ് ആകർഷണ നിയമം? നമ്മൾ മുകളിലേക്ക് ഒരു വസ്തുവിനെ എറിയുകയാണ് എങ്കിൽ അത് താഴേക്ക് പതിക്കുക തന്നെ ചെയ്യും. അതാണ് ആകർഷണം എന്ന് നമുക്കറിയാം. ഇനി ഇതിനെ മറ്റൊരു നിലയിൽ വിശകലനം ചെയ്യുകയാണെങ്കിൽ നമ്മൾ മുകളിലേക്ക് എറിയുന്ന ഒരു വസ്തു താഴേക്ക് പതിക്കും എന്ന് നമുക്കറിയാം. അതായത് മുകളിലേക്ക് എന്താണോ എറിയുന്നത് അത് തന്നെയായിരിക്കും താഴേക്ക് പതിക്കുന്നത്. ശരിയല്ലേ? ഇതിനെ എങ്ങനെയാണ് നമുക്ക് ലോ ഓഫ് അട്രാക്ഷനുമായി ബന്ധപ്പെടുത്താൻ കഴിയുന്നത്? ഇതൊരു ആകർഷണമല്ലേ? നമുക്കത് നോക്കാം. അതായത് നമ്മുടെ ഓരോ ചിന്തകളും അതിന് ആനുപാതികമായിട്ടുള്ള ഊർജം ഈ പ്രപഞ്ചത്തിലേക്ക് പ്രസരിപ്പിക്കുന്നുണ്ട്. അതിൻ്റെ അനന്തരഫലം എന്താണെന്ന് പറഞ്ഞാൽ ചിന്തകൾക്ക് ആനുപാതികമായിട്ടുള്ള വ്യക്തികളും സാഹചര്യങ്ങളും അതിലൂടെ അനുഭവങ്ങളും നമ്മളിലേക്ക് കടന്നു വരും. എപ്പോഴാണ് കടന്നു വരുന്നത് എന്ന് ചോദിച്ചാൽ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഭൂഗുരുത്വാകർഷണ നിയമപ്രകാരം ഒരു വസ്തുവിനെ നമ്മൾ മുകളിലേക്ക് എറിഞ്ഞാൽ അത് താഴേക്ക് പതിക്കും. അതിൻ്റെ വേഗത എത്രത്തോളമാണ് എന്ന് നമ്മൾ നിരീക്ഷിക്കുകയാണെങ്കിൽ ഭാരമേറിയ ഒരു വസ്തുവാണ് നമ്മൾ മുകളിലേക്ക് എറിയുന്നത് എങ്കിൽ അത് ഒരുപാട് മുകളിലേക്കൊന്നും പോവില്ല. അത് വളരെ വേഗത്തിൽ വളരെ ആഘാതത്തിൽ തന്നെ താഴേക്ക് പതിക്കും. അതേസമയം ഭാരം കുറഞ്ഞ, അതായത് പഞ്ഞി പോലെയുള്ള മൃദുവായിട്ടുള്ള ഒരു വസ്തുവാണ് നമ്മൾ മുകളിലേക്ക് എറിയുന്നതെങ്കിൽ അത് താരതമ്യേന സാവധാനമായിരിക്കും താഴേക്ക് പതിക്കുന്നത്. ഒരു പരിധിവരെ ഇതേ അർത്ഥത്തിൽ തന്നെയാണ് നമ്മുടെ ചിന്തകളുടെ കാര്യവും. ചിന്തകളുടെ തീവ്രതയ്ക്കും വ്യക്തികളുടെ സവിശേഷതകൾക്കും ആനുപാതികമായിട്ടായിരിക്കും അത് എത്രത്തോളമാണ്, എത്ര മാത്രമാണ്, എത്ര വേഗത്തിലാണ്, എത്ര കൃത്യതയോടെയാണ് സംഭവിക്കുന്നത് എന്നത് ആശ്രയിക്കുന്നത്. ഓരോ വ്യക്തിയും മനസ്സും ആ മനസ്സിൽ നിന്ന് ഉരുത്തിരിയുന്ന ചിന്തകളും തന്നെയാണ് ഓരോ വ്യക്തികളെയും മറ്റുള്ളവരിൽ നിന്ന് വ്യത്യസ്തരാക്കുന്നത്. അതേ വിധത്തിൽ തന്നെ മനസ്സും ചിന്തകളും തന്നെയാണ് ഒരു വ്യക്തിയെ ഉന്നതിയിലേക്കോ അല്ലെങ്കിൽ മറ്റൊരു വിധത്തിലോ നയിക്കുന്നത്. അങ്ങനെയാണ് എങ്കിൽ നമ്മുടെ മനസ്സിനെയും ആ മനസ്സിൽ ഉരുത്തിരിയുന്ന ചിന്തകളെയും കൃത്യമായിട്ട് ക്രമീകരിക്കുകയാണ് എങ്കിൽ ഉറപ്പായിട്ടും ജീവിത പുരോഗതിയിലേക്ക് വളരെ വേഗത്തിൽ എത്തിച്ചേരാൻ നമുക്ക് ഓരോരുത്തർക്കും സാധിക്കും. സ്കൂളുകളിലും കോളേജുകളിലും പഠിക്കുന്ന സമയത്ത് ശാരീരികമായിട്ടുള്ള ശുചിത്വം എങ്ങനെയാണ് പാലിക്കേണ്ടത്, ശാരീരികമായിട്ടുള്ള ആരോഗ്യം നിലനിർത്തുന്നത് എങ്ങനെയാണ്, ആരോഗ്യം വർദ്ധിപ്പിക്കുന്നത് എങ്ങനെയാണ് എന്നതെല്ലാമാണ് നമ്മൾ പഠിക്കുന്നത്. അതേ വിധത്തിൽ തന്നെയുള്ള പല വസ്തുതകളും നമ്മൾ ഓരോരുത്തരും പഠിക്കുകയുണ്ടായി, നമ്മളെ പഠിപ്പിക്കുകയുണ്ടായി. എന്നാൽ മനസ്സിനെക്കുറിച്ചോ അതിൻ്റെ പ്രവർത്തന രീതികളെക്കുറിച്ചോ എങ്ങനെയാണ് മാനസികാരോഗ്യം നിലനിർത്തുന്നത് അല്ലെങ്കിൽ നിലനിർത്തേണ്ടത് തുടങ്ങിയ കാര്യങ്ങളെക്കുറിച്ചോ ആരും പഠിപ്പിച്ചിട്ടുണ്ടാവില്ല. അധികം ആരെയും പഠിപ്പിച്ചിട്ടും ഉണ്ടാവില്ല. നോക്കൂ, ഇവിടെ ആദ്യം തന്നെ സൂചിപ്പിച്ചു, ഒരു വ്യക്തിയുടെ വ്യക്തിത്വത്തെ സ്വാധീനിക്കുന്നത് അദ്ദേഹത്തിൻ്റെ മനസ്സും ആ മനസ്സിൽ നിന്ന് ഉരുത്തിരിയുന്ന ചിന്തകളും തന്നെയാണ്. ഒരു മഹാത്മാവിനെ മഹാത്മാവാക്കുന്നതും അദ്ദേഹത്തിൻ്റെ മനസ്സും അതിലൂടെ കടന്നു പോകുന്ന ചിന്തകളും തന്നെയാണ്. അങ്ങനെയാണ് എങ്കിൽ നമ്മുടെ ഓരോരുത്തരുടെയും മനസ്സിനെ വളരെ കൃത്യമായിട്ട് പാകപ്പെടുത്തുന്നതിൽ കൂടി
ആ മനസ്സിലെ ഉന്നത ചിന്തകളായ വിത്തുകൾ വിതയ്ക്കുന്നതിലൂടെ ജീവിതത്തെ നിർവൃതിയിലേക്ക് നയിക്കുന്നതിനെ കുറിച്ചാണ്, എങ്ങനെ നയിക്കണം എന്നതിനെ കുറിച്ചാണ് നമ്മൾ ഇവിടെ മനസ്സിലാക്കാൻ പോകുന്നത്. നമ്മൾ ഓരോരുത്തരുടെയും ജീവിതം ഒരു പ്രതിധ്വനി തന്നെയാണ്. അതായത് നമ്മൾ എന്താണ് നമ്മുടെ ചുറ്റുപാടുകളിലേക്ക് വിതയ്ക്കുന്നത്, അത് തന്നെയായിരിക്കും, അല്ലെങ്കിൽ അതിന് ആനുപാതികമായിട്ടുള്ള ഫലം തന്നെയായിരിക്കും നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരുന്നത്. ഇന്റർനെറ്റും ഓൺലൈനും എല്ലാം സർവ്വസാധാരണമായിട്ട് ഉപയോഗിക്കുന്ന ഓരോരുത്തർക്കും അറിയാം, ഗൂഗിളിൽ ഒരു കാര്യം സെർച്ച് ചെയ്യുകയാണ് എങ്കിൽ പിന്നീട് നമ്മൾ ഫേസ്ബുക്ക് തുറന്നാൽ, യൂട്യൂബ് ഓപ്പൺ ചെയ്താൽ എല്ലാം അതിനാനുപാതികമായിട്ടുള്ള പരസ്യങ്ങളും അതിനാനുപാതികമായിട്ടുള്ള വിവരങ്ങളും അതിനാനുപാതികമായിട്ടുള്ള വീഡിയോകളും തന്നെയായിരിക്കും നമ്മളെ തേടിയെത്തുന്നത്. ശരിയല്ലേ? ഒരു പക്ഷേ യൂട്യൂബിലെ ഒരു പ്രത്യേക വിഷയത്തെക്കുറിച്ചുള്ള വീഡിയോ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ യൂട്യൂബ് ഓപ്പൺ ചെയ്യുമ്പോഴെല്ലാം ആ വിഷയവുമായി ബന്ധപ്പെട്ട വീഡിയോസ് ആയിരിക്കും നമ്മുടെ ഹോം പേജിൽ വന്ന് നിൽക്കുന്നത്. ഇതേ വിധത്തിൽ തന്നെയാണ് വ്യക്തികളുടെ ജീവിതവും. അറിഞ്ഞോ അറിയാതെയോ നമ്മൾ എന്താണ് തിരയുന്നത്, നമ്മൾ എന്താണോ തേടുന്നത്, അതിനാനുപാതികമായിട്ടുള്ള വ്യക്തികളും സാഹചര്യങ്ങളും അനുഭവങ്ങളും അറിവുകളും തന്നെയായിരിക്കും ബോധപൂർവമോ അല്ലാതെയോ നമ്മളിലേക്ക് എത്തിച്ചേരുന്നത്. ജീവിതത്തിൽ ദുഃഖകരമായിട്ടുള്ള വ്യക്തികളും സാഹചര്യങ്ങളും സംഭവങ്ങളും നിരന്തരം ആവർത്തിച്ചാവർത്തിച്ച് കടന്നു വരുമ്പോൾ പല വ്യക്തികളും ചോദിക്കാറുണ്ട്, എന്തുകൊണ്ടാണ് നിരന്തരം ഇത്തരം അനുഭവങ്ങൾ മാത്രം, ഇത്തരം സാഹചര്യങ്ങൾ മാത്രം നമ്മിലേക്ക് കടന്നു വരുന്നത്? എന്തുകൊണ്ടാണ് നിരന്തരം ഇത്തരം അനുഭവങ്ങൾ മാത്രം, ഇത്തരം സാഹചര്യങ്ങൾ മാത്രം നിരന്തരം കടന്നു വരുന്നത് എന്ന്? അതിൻ്റെ ഉത്തരം മറ്റൊന്നുമല്ല, അറിഞ്ഞോ അറിയാതെയോ അവരെവിടെയൊക്കെയോ ഈ വിധത്തിലുള്ള വ്യക്തികളെ, ഈ വിധത്തിലുള്ള സാഹചര്യങ്ങളെ, ഈ വിധത്തിലുള്ള സംഭവങ്ങളെ തേടിയിട്ടുണ്ട്, അല്ലെങ്കിൽ തേടുന്നുണ്ട്. അതൊരു പക്ഷെ ബോധപൂർവം തന്നെ ആയിക്കൊള്ളണമെന്നില്ല, ബോധപൂർവം അല്ലാതെയും ആവാം. ഒരു ചെറിയ ഉദാഹരണത്തിന്, ഒരു ചെറിയ സദ്യ കഴിച്ചിട്ട് ഇറങ്ങി വരുന്ന വ്യക്തിയോട് ആ സദ്യ എങ്ങനെയുണ്ടായിരുന്നു എന്ന് മറ്റൊരാൾ അന്വേഷിക്കുകയാണ് എങ്കിൽ ഒരു പക്ഷെ അദ്ദേഹം പറയുന്നത് ഇപ്രകാരമാണെന്നിരിക്കട്ടെ, അതായത് സദ്യയെല്ലാം നന്നായിരുന്നു, പല കൂട്ടം കറികളും ഉണ്ടായിരുന്നു, പക്ഷേ പായസത്തിന് വേണ്ടത്ര മധുരം ഉണ്ടായില്ല, സാമ്പാറിന് കുറച്ച് ഉപ്പ് അധികമായി പോയി. ഈ വിധത്തിലാണ് ആ വ്യക്തി താൻ കഴിച്ച സദ്യയെ നോക്കിക്കാണുന്നത് എങ്കിൽ, അതായത് എത്രയോ രുചികരമായിട്ടുള്ള വിഭവങ്ങൾ വേണ്ടത്ര ഉണ്ടായിരുന്നിട്ട് പോലും ഇതിൻ്റെയൊന്നും മേന്മകളെക്കുറിച്ച് ചിന്തിക്കാനോ പറയാനോ മനസ്സ് കാണിക്കാതെ അതിലുണ്ടായിരുന്ന ചെറിയ ചെറിയ അപാകതകളിലൂടെയാണ് ആ സദ്യയെ, ആ ഭക്ഷണത്തെ അദ്ദേഹം കണ്ടത് എങ്കിൽ, അദ്ദേഹം സ്വയം അറിയാതെ തന്നെ മനസ്സിലെ തിന്മയുടെ വിത്തുകൾ വിതച്ചു കഴിഞ്ഞു. എന്തായിരിക്കാം അതിൻ്റെ പരിണിതഫലം? അതിതൊന്നുമല്ല, വരും ദിവസങ്ങളിൽ ഇതിനോട് സമാനമായ സാഹചര്യങ്ങളിലൂടെ അദ്ദേഹം കടന്നു പോകുമ്പോഴെല്ലാം ഒരുപക്ഷെ ഭൂരിഭാഗവും അദ്ദേഹത്തിന് അനുഭവപ്പെടുന്നത്, അല്ലെങ്കിൽ അദ്ദേഹത്തിന് ലഭിക്കുന്നത് രുചികരമല്ലാത്ത സാമ്പാർ, മധുരമില്ലാത്ത പായസം, അങ്ങനെയൊക്കെ തന്നെ ആയിരിക്കും. കാരണം അദ്ദേഹത്തിൻ്റെ ചിന്തകളിൽ അദ്ദേഹം വിതച്ചിരിക്കുന്നത് അതിന് സമാനമായിട്ടുള്ള വിത്തുകളാണ്. എന്നാൽ ഇതിന് നേരെ വിപരീതമായിട്ടാണ് ആ സദ്യയെ, അതിൻ്റെ മേന്മകളെക്കുറിച്ചാണ് അദ്ദേഹം ചിന്തിച്ചിരുന്നത് എങ്കിൽ, മേന്മകളിലൂടെ മാത്രമാണ് ആ സദ്യയെ ഉൾക്കൊണ്ടിരുന്നത് എങ്കിൽ, ഭൂരിഭാഗമായിട്ടും അതിനാനുപാതികമായ സാഹചര്യങ്ങളിലൂടെ ആയിരിക്കാം വരുന്ന ദിവസങ്ങളിൽ അദ്ദേഹത്തിന് പോകേണ്ടി വരുന്നത്. ഇങ്ങനെയൊക്കെയാണ് വസ്തുതകൾ എങ്കിൽ ഉറപ്പായിട്ടും നമ്മുടെ മനസ്സിനെയും ചിന്തകളെയും നന്മയുടെ പാതയിലൂടെ, സമൃദ്ധിയുടെ പാതയിലൂടെ
നേട്ടങ്ങളുടെ പാതയിലൂടെ ബോധപൂർവം തന്നെ വഴി നടത്തുകയാണ് എങ്കിൽ ഉറപ്പായും ജീവിതത്തിൽ അത്ഭുതകരമായ നല്ല മാറ്റങ്ങൾ, അതിശയകരമായ നല്ല പരിവർത്തനങ്ങൾ സംഭരിക്കുക തന്നെ ചെയ്യും. അതിന് എന്തെല്ലാം മാറ്റങ്ങളാണ് മനസ്സിലും ചിന്തകളിലും വരുത്തേണ്ടത് എന്ന്, അതിന് ഏത് വിധത്തിലാണ് മനസ്സിനെ പാകപ്പെടുത്തേണ്ടത് എന്നും, അതിന് ഏത് വിധത്തിലാണ് മനസ്സിനെയും ചിന്തകളെയും നയിക്കേണ്ടത് എന്നും നമുക്ക് വരുന്ന ദിവസങ്ങളിൽ വ്യക്തമായിട്ട് വളരെ വിശദമായിട്ട് മനസ്സിലാക്കാം. അടുത്ത ദിവസം വീണ്ടും കണ്ടുമുട്ടാമെന്ന് ശുഭപ്രതീക്ഷയോടുകൂടി വിട പറഞ്ഞു പിരിയുന്നു.